7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മൊത്തം 6 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ ചെയ്യേണ്ടത്. ചോയ്സ് എ ഓർ ബി ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യന് മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെന്റ്സ് ബിലോ. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ദ സ്റ്റെമൻസ് ഓഫ് എ ഫ്ലവർ ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ ആർ റിമൂവ്ഡ്. അതായത് നമ്മൾ കൃത്രിമ പരാഗണം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ട പൂവിലെ സ്റ്റെമൻസ് അല്ലെങ്കിൽ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ആണോ? അത് ശരിയാണോ? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ഇത് പറയുന്നുണ്ട് അല്ലേ, ഇങ്ങനെ ഒരു കാര്യം അല്ലേ? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ട പൂവ് ഏതാണോ അതിൻ്റെ സ്റ്റെമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? മുറിച്ചു മാറ്റുന്നുണ്ട്. സ്റ്റെമൻസ് എന്ന് വെച്ചാൽ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയോളൂ. ദ സ്റ്റെമൻസ് ഓഫ് ദ ഫ്ലവർ ആർ റിമൂവ് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. ഈ ഫ്ലവറിന്റെ സ്റ്റെമൻസ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് സെൽഫ് പോളിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വപരാഗണം അല്ലെ, സ്വപരാഗണം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലവറിന്റെ സ്റ്റെമൻസ് അല്ലെങ്കിൽ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് യൂണിറ്റിൽ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ നോക്കുക. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് കെയർഫുള്ളി ആൻഡ് സെലക്ട് എ കറക്റ്റ് ആൻസർ. ആൻസർ നോക്കാം. ഒന്നാമത്തെ എ ആൻസർ എന്ന് പറയുന്നത് 1 ഈസ് ട്രൂ 2 ഈസ് ഫാൾസ് ആണോ? അല്ല, നമുക്ക് കിട്ടിയത് 1ഉം 2ഉം ട്രൂ എന്നുള്ള ആൻസർ ആണ് അല്ലേ? അപ്പോൾ അതല്ല. ബി ആണെങ്കിൽ 1 ഈസ് ഫാൾസ് 2 ഈസ് ട്രൂ ആണോ? അല്ല. അടുത്തത് സി എന്ന് പറയുന്നത് 1 2 ആർ ട്രൂ. ഓക്കെ. ആൻഡ് 2 ഈസ് നോട്ട് റീസൺ ഓഫ് 1 ആണോ? അല്ല. 2 എന്ന് പറയുന്നത് 1ന്റെ റീസൺ അല്ല എന്നുള്ളത് തെറ്റ്. അപ്പോൾ സിയും തെറ്റാണ്. അപ്പോൾ ഡി ഓപ്ഷനാണ് ശരി. എന്താണ്? 1 2 ആർ ട്രൂ. 1ഉം 2ഉം ശരിയാണ്. ആൻഡ് 2 ഈസ് റീസൺ ഓഫ് 1. 2 എന്ന് പറയുന്നത് 1ന്റെ റീസൺ ആണ്. കാരണം അതായത് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റെമൻസ് മുറിച്ചു മാറ്റുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ മുറിച്ചു മാറ്റുന്നത്? എന്ത് തടയുന്നതിന് വേണ്ടിയിട്ടാണ്? സെൽഫ് പോളിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലവറിൻ്റെ സ്റ്റെമൻസ് മുറിച്ചു മാറ്റുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? 1ന്റെ റീസൺ 2 എന്ന് പറയുന്നത് 1ന്റെ റീസൺ ആണ് എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് കംപ്ലീറ്റ് ദ മിസ്സിംഗ് സ്റ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആ സെയിം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ ആ ഒരു ബോക്സിൽ തന്നിട്ടുള്ള ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു സ്റ്റേജ് തന്നിട്ടില്ലേ, അതിൻ്റെ അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. മിസ്സിംഗ് സ്റ്റേജസ് നമ്മളിവിടെ എഴുതി ചേർക്കണം. ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? അത് ഇവിടെ തന്നിട്ടില്ല. രണ്ടാമത്തെ സ്റ്റേജ് തന്നിട്ടുണ്ട്. ദിസ് ഫ്ലവർ ഈസ് റാപ്ഡ് വെൽ ടു പ്രിവെന്റ് പോളൻ ഗ്രെയിൻസ് ഫ്രം അതർ ഫ്ലവേഴ്സ് ഫാളിംഗ് ഓൺ ഇറ്റ്. അതായത് ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുകൾ എത്താതിരിക്കാൻ പൂവ് എന്ത് ചെയ്യുന്നു? റാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പൊതിഞ്ഞ് കിട്ടുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് ഇവിടെ ഡാഷ് ഇട്ടാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത 4ാമത്തെ സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. ദ പോളൻ ഗ്രെയിൻസ് ദാറ്റ് ആർ കളക്റ്റഡ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ. അതായത് നമ്മൾ കളക്ട് ചെയ്ത പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗരേണുകൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ സ്റ്റിഗ്മ എന്ന് വെച്ചാൽ അതിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ വിട്ടുപോയ 2 സ്റ്റെപ്പുകൾ എഴുതണം. അപ്പോൾ ഇതൊക്കെയാണ് ആ സ്റ്റെപ്പുകൾ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ റിമൂവ് സ്റ്റേമൻസ് ഫ്രം ദ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇസ് ടു ബി ഡൺ. അതായത് നമ്മൾ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണം പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. അതാണ് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മൾ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലായിരുന്ന ആ 2 സ്റ്റേറ്റ്മെന്റും കൂടെ എഴുതി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പായി അല്ലേ? നമ്മൾ വേറെ കാണാതെ ഒന്നും പഠിക്കണ്ട. അതിൻ്റെ അകത്തുള്ള ആ 2 സ്റ്റെപ്പ് എഴുതിയാൽ മതി. അടുത്ത രണ്ടാമത്തത് ഇവിടെ തന്നിട്ടുണ്ട്. ഫ്ലവർ ഈസ് റാപ്പിഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അടുത്ത 3ാമത്തെ സ്റ്റെപ്പ് എന്താണ് എഴുതേണ്ടത്? പോളൻ ഗ്രെയിൻസ് ഫ്രം ഫ്ലവേഴ്സ് ഓഫ് എ പ്ലാന്റ് ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷീസ് ബട്ട് ഹാവിംഗ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആർ കളക്റ്റഡ് യൂസിങ് എ ബ്രഷ്. അതായത് ഒരേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷ് ഉപയോഗിച്ച് ശേഖരിക്കുന്നു. അതാണ് 3ാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത്. 4ാമത്തെ സ്റ്റെപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി. ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് ബി ആണ്. അപ്പോൾ എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ അടുത്ത അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം കണ്ട അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫൈൻഡ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. താഴെ പറയുന്നതിൽ നിന്ന് കറക്റ്റ് പെയർ നമ്മൾ സെലക്ട് ചെയ്യണം. എപ്പിക്കൾച്ചർ റിയറിംഗ് ഫിഷസ്, ക്യൂണിക്കൾച്ചർ റിയറിംഗ് റാബിറ്റ്സ്, ഫ്ലോറിക്കൾച്ചർ റിയറിംഗ് ഹണി ബി, പിസിക്കൾച്ചർ ഗ്രോയിങ് ഫ്ലവേഴ്സ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ജോഡി കറക്റ്റ് പെയർ ഏതാണ്? എപ്പിക്കൾച്ചർ റിയറിംഗ് ഫിഷസ് ആണോ? മത്സ്യകൃഷിയാണോ എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്? അല്ല. എപ്പിക്കൾച്ചർ എന്താണ്? എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ റിയറിംഗ് ഹണി ബി.
അല്ലേ? ഹണീബിയാണ്, റിയറിങ് ഹണീബി അല്ലെങ്കിൽ തേനീച്ച വളർത്തലാണ് എപ്പിക്കൾച്ചർ. അടുത്തത് ബി ക്യൂണിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ എന്താണ്? റിയറിങ് റാബിറ്റ്സ്. അത് കറക്റ്റാണ് അല്ലേ? ക്യൂണിക്കൾച്ചർ റിയറിങ് റാബിറ്റ്സ്, അത് കറക്റ്റാണ്. അടുത്ത ഫ്ലോറിക്കൾച്ചർ, ഫ്ലവർ അല്ലേ? ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുമ്പോൾ ഫ്ലവർ എന്താണ്? ഗ്രോയിങ് ഫ്ലവേഴ്സ്, പുഷ്പകൃഷി. ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുമ്പോൾ ഗ്രോയിങ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പുഷ്പകൃഷി. അടുത്ത പിസിക്കൾച്ചർ എന്താണ്? അത് റിയറിങ് ഫിഷസ് അല്ലെങ്കിൽ മത്സ്യകൃഷി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ എപ്പിക്കൾച്ചർ റിയറിങ് ഹണി ബി, ക്യൂണിക്കൾച്ചർ റിയറിങ് റാബിറ്റ്സ്, ഫ്ലോറിക്കൾച്ചർ ഗ്രോയിങ് ഫ്ലവേഴ്സ്, പിസിക്കൾച്ചർ റിയറിങ് ഫിഷസ്, അങ്ങനെയാണ് വരേണ്ടത്. ഇനിയിപ്പോൾ ഇങ്ങനൊരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്നാമത്തെ യൂണിറ്റിൽ? അപ്പോൾ ഈ ഫിഗറിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വച്ചേക്കണം. എന്തായാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഇന്നത്തെ മീൻസ് അതായത് നാളെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന സയൻസിൻ്റെ എക്സാമിന് കാണും. ഇവിടെ സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ റിയറിങ് സിൽക്ക് വേം ആണ്. പിന്നെ നമ്മളവിടെ പറയാത്തതാണ് പറയുന്നത്, പട്ടുനൂൽ പുഴുവിൻ്റെ വളർത്തൽ, അതാണ് ഏത്? സെറികൾച്ചർ എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ, ഹൗ വെജിറ്റബിൾ പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ബൈ മെക്കാനിക്കൽ കൺട്രോൾ, എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. അതായത് വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യാന്ത്രിക കീട നിയന്ത്രണം എങ്ങനെ സഹായകരമാകുന്നുവെന്ന് ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. നോക്കിയുള്ള അതിൻ്റെ ആൻസർ, ക്രാഷ് എ ഹാൻഡ് ഫുൾ ഓഫ് ബേസിൽ ലീവ്സ് ആൻഡ് പ്ലേസ് ദം ഓൺ എ സ്റ്റീൽ പ്ലേറ്റ്. നമ്മൾ ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വയ്ക്കുക. ആഫ്റ്റർ എ വൈൽ ഗോൾഡൻ കളേർഡ് ഫ്ലൈസ് വിൽ അപ്രോച്ച് ദ പ്ലേറ്റ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പ്ലേറ്റിൽ ഗോൾഡൻ കളറിലുള്ള ഫ്ലൈസ് വന്നിരിക്കുന്നത് കാണാം. ബൈ ദ സ്മെൽ ഓഫ് ദി ബേസിൽ ലീവ്സ്. ഈ ബേസിൽ ലീവ്സിൻ്റെ അല്ലെങ്കിൽ ഈ തുളസിയിലയുടെ സ്മെല്ല് കാരണമാണ് ഇങ്ങനെ വരുന്നത്. ദീസ് ഫ്ലൈസ് ക്യാൻ ബി ഡെസ്ട്രോയിഡ് ബൈ പ്രൊട്ടക്ടിങ് ദ വെജിറ്റബിൾ പ്ലാന്റ്സ്. ഈ ഫ്ലൈസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈച്ചകളെയൊക്കെ നമ്മൾ നശിപ്പിക്കുന്നത് വഴി നമ്മുടെ വെജിറ്റബിൾ പ്ലാന്റ്സിനെ നമുക്ക് സംരക്ഷിക്കാം. ഇൻ ദിസ് വേ വെജിറ്റബിൾ പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ബൈ മെക്കാനിക്കൽ കൺട്രോൾ. ഇങ്ങനെ നമ്മൾ നമ്മുടെ വെജിറ്റബിൾ പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയാണ് മെക്കാനിക്കൽ കൺട്രോൾ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ പച്ചക്കറികളെ സംരക്ഷിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. പിന്നെ റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ ഫ്രണ്ട്ലി ഇൻസെക്ട് ഇൻ ബയോളജിക്കൽ കൺട്രോൾ. ഏതെങ്കിലും 2 മിത്രകീടങ്ങൾക്ക് ഉദാഹരണം എഴുതാൻ. ഏതൊക്കെയാണ്? വട്ടച്ചാഴി അല്ലെങ്കിൽ ട്രൈക്കോഗ്രാമ. അപ്പോൾ 2 എണ്ണം. അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം. വട്ടച്ചാഴിയുടെ ഇംഗ്ലീഷിലെ പേര് ലേഡി ബഗ് എന്നാണ്, ട്രൈക്കോഗ്രാമ എന്ന് തന്നെ. അപ്പോൾ ഇത് രണ്ടുമാണ് എന്താണ് ഫ്രണ്ട്ലി ഇൻസെക്ട് അല്ലെങ്കിൽ മിത്രകീടം എന്നറിയപ്പെടുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആസിഡ് റിയാക്ട്സ് വിത്ത് മെറ്റൽ. ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസിൻ്റെ പേര് ഏതാണ്? നമ്മളെപ്പോഴും യൂണിറ്റൊക്കെ എടുത്തപ്പോൾ പറഞ്ഞതാണ്. ഏതാണ്? എപ്പോഴും ഒരു മെറ്റലും ഒരു ആസിഡും കൂടെ റിയാക്ട് ചെയ്താൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഹൈഡ്രജൻ. അപ്പോൾ ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ് കേട്ടോ ആൻസർ, ഹൈഡ്രജൻ. അടുത്തത് സം ആസിഡ്സ് ആൻഡ് ദ യൂസസ് ആർ ലിസ്റ്റഡ് ബിലോ, കംപ്ലീറ്റ് ദ ടേബിൾ. കുറച്ച് ആസിഡ്സും അവയുടെ യൂസസും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ ഓരോ ആസിഡ് നോക്കിയിട്ട് അതിൻ്റെ യൂസസ് എന്താണെന്ന് ഇപ്പുറത്തെ ആ കോളത്തിൽ എഴുതി കൊടുക്കണം. ഫസ്റ്റ് അസറ്റിക് ആസിഡിൻ്റെ യൂസസ് ഇവിടെ ആ ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഫുൾ ടേബിളാണ്. അസറ്റിക് ആസിഡിൻ്റെ യൂസേജ് എന്താണ്? പിക്കിൾ മേക്കിംഗ് അല്ലേ? അസറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ വിനാഗിരിയാണ്. വിനാഗിരി പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ അച്ചാറുണ്ടാക്കാൻ അല്ലേ, കുക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഫുഡ് പ്രോസസ്സിങ് ഭക്ഷ്യ സംസ്കരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഫോമിക് ആസിഡ് ആണെങ്കിൽ ഫോർ തിക്കനിങ് ലാറ്റക്സ് തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റബ്ബർ പാൽ കട്ടിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അടുത്ത സിട്രിക് ആസിഡ് ടു മേക്ക് ഡ്രിങ്ക്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ശീതള പാനീയങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. അടുത്ത സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വെഹിക്കിൾ ബാറ്ററീസ്, മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും, പിന്നെ ഫോർ മാനുഫാക്ചറിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളത്തിൻ്റെ നിർമ്മാണത്തിനും നമ്മൾ സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത നൈട്രിക് ആസിഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെയിൻറ്റ്സ് ആൻഡ് ഡൈസ്. നൈട്രിക് ആസിഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നിർമ്മിക്കാൻ, പെയിൻറ്റ്, ഡൈ എന്ന് വെച്ചാൽ ചായങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർമ്മിക്കാൻ നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടാനിക് ആസിഡ് ടു മേക്ക് ലെതർ ആൻഡ് ഇങ്ക്, ലെതറും ഇങ്കും ഒക്കെ നിർമ്മിക്കാൻ ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. കാർബോണിക് ആസിഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡാ വാട്ടറിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉപയോഗിക്കുന്നത് കാർബോണിക് ആസിഡ്. അപ്പോൾ ഈ ഓരോ ആസിഡ്സും അതിൻ്റെ യൂസസും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വെച്ചേക്കണം. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഏതെങ്കിലുമൊക്കെ. അപ്പോൾ എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണം. അതിൻ്റെ മലയാളം മീഡിയംകാർക്കുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അസറ്റിക് ആസിഡ് അച്ചാറുകളിൽ, പാചകാവശ്യങ്ങൾക്ക്, ഭക്ഷ്യ സംസ്കരണം. ഫോമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാകുന്നതിന്. സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ. സൾഫ്യൂറിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും. നൈട്രിക് ആസിഡ് രാസവളം, പെയിൻറ്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രാസവള നിർമ്മാണത്തിന് സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അടുത്ത ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവയുടെ നിർമ്മാണത്തിന്. കാർബോണിക് ആസിഡ് സോഡയിലും ശീതള പാനീയങ്ങളിലും. ഓക്കെ.
ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ സിട്രിക് ആസിഡ് മാനുഫാക്ചറിങ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണോ? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിൽ രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സിട്രിക് ആസിഡ് ആണോ? അല്ല, അത് തെറ്റാണ് കേട്ടോ. ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡും സൾഫൂറിക് ആസിഡും ആണ്. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉള്ളതാണേ. അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കിയോ. യു നോ ദാറ്റ് മീഥൈൽ ഓറഞ്ച് ഈസ് ആൻ ഇൻഡിക്കേറ്റർ. നിങ്ങൾക്കറിയാം മീഥൈൽ ഓറഞ്ച് ഒരു ഇൻഡിക്കേറ്റർ ആണല്ലോ. മീഥൈൽ ഓറഞ്ച് പോലെ മറ്റൊരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്? ഫിനോൾഫ്തലിൻ. ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ ആസിഡ്സ് ആൻഡ് ബേസസ് യൂസിങ് മീഥൈൽ ഓറഞ്ച്? മീഥൈൽ ഓറഞ്ച് ഉപയോഗിച്ച് നമുക്ക് ആസിഡിനെയും ബേസിനെയും ഒക്കെ എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ ദ കളർ ഓഫ് മീഥൈൽ ഓറഞ്ച് ഇൻ ആസിഡിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ കളർ എന്താണ്? റെഡ് അല്ലെങ്കിൽ പെയിൽ റെഡ് എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇളം ചുവപ്പ് നിറം അല്ലെങ്കിൽ റെഡ്, അങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം. ദ കളർ ഓഫ് മീഥൈൽ ഓറഞ്ച് ഇൻ ബേസിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ കളർ പെയിൽ യെല്ലോ, ഇളം മഞ്ഞ നിറമാണ്. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയം. ആസിഡിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ നിറം ചുവപ്പും ആൽക്കലിയിൽ മീഥൈൽ ഓറഞ്ചിന് ഇളം മഞ്ഞ നിറവുമാണ്. ഓക്കെ ആണല്ലോ. ആ രണ്ടാമത്തെ ഓർ ക്വസ്റ്റ്യൻ ആണിത്. രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നോക്കിയോളൂ. ദ ഡീറ്റെയിൽസ് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ഇൻ ക്ലാസ് യൂസിങ് 3 സൊല്യൂഷൻ, സൊല്യൂഷൻ 1, സൊല്യൂഷൻ 2, സൊല്യൂഷൻ 3 ആർ ഗിവൺ ബിലോ. അതായത് സൊല്യൂഷൻ 1, സൊല്യൂഷൻ 2, സൊല്യൂഷൻ 3 എന്നിങ്ങനെ 3 സൊല്യൂഷൻസ് എടുത്തിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി ക്ലാസ്സിൽ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത്, വെൻ റെഡ് ലിറ്റ്മസ് പേപ്പർ വാസ് ഡിപ്ഡ് ഇൻ ടു സൊല്യൂഷൻ 1 ഇറ്റ് ടേൺഡ് ബ്ലൂ. ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്ത് നമ്മൾ ആ ഒന്നാമത്തെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തപ്പോൾ അത് ബ്ലൂ കളറായി. വെൻ ടർമറിക് വാസ് ആഡഡ് ദ കളർ ഓഫ് സൊല്യൂഷൻ 2 ടേൺ റെഡ്. നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് മഞ്ഞൾപ്പൊടി ഈ സൊല്യൂഷൻ 2ൽ ആഡ് ചെയ്തു, അപ്പോൾ അത് റെഡ് കളറായി. വെൻ ഫിനോൾഫ്തലിൻ വാസ് ആഡഡ് ദ കളർ ഓഫ് സൊല്യൂഷൻ 3 ടേൺഡ് പിങ്ക്. നമ്മൾ മൂന്നാമത്തെ സൊല്യൂഷനിൽ കുറച്ച് ഫിനോൾഫ്തലിൻ ആഡ് ചെയ്തു, അപ്പോൾ ആ മൂന്നാമത്തെ സൊല്യൂഷൻ പിങ്ക് കളറിലോട്ട് മാറി. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, സെലക്ട് ദ ഗ്രൂപ്പ് ദറ്റ് ഈസ് ലൈക്ലി ടു ബി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊല്യൂഷൻസ് 1, 2 ആൻഡ് 3. താഴെ തന്നിട്ടുള്ളതിൽ ഈ സൊല്യൂഷൻ 1ഉം 2ഉം 3ഉം ഏതൊക്കെ ആവാം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ആസിഡ് ആണോ ബേസ് ആണോ? ഒന്നാമത്തെ സൊല്യൂഷൻ, രണ്ടാമത്തെ സൊല്യൂഷനും മൂന്നാമത്തെ സൊല്യൂഷനും ആസിഡ് ആണോ ബേസ് ആണോ? അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ടർമറിക് ആഡ് ചെയ്തപ്പോൾ സൊല്യൂഷൻ 2ന്റെ കളർ റെഡ് ആയി മാറി. അപ്പോൾ ഏത് ബേസ് സൊല്യൂഷൻ ആണോ ആസിഡിക് സൊല്യൂഷൻ ആണോ ടർമറിക് ആഡ് ചെയ്യുമ്പോൾ ഏത് കളറായി മാറുന്നത്? ബേസ് ആണോ ആസിഡ് ആണോ? അപ്പോൾ ഇവിടെ ടർമറിക് ആഡ് ചെയ്യുമ്പോൾ റെഡ് ആയി മാറുന്നത് ബേസ് സൊല്യൂഷൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ സൊല്യൂഷൻ എന്താണ്? ബേസ് ആണ്. അപ്പോൾ 1ഉം 2ഉം ബേസ് ആണ്. അപ്പം നമുക്കിവിടെ 1ഉം ബേസ് 2ഉം ബേസ് കണ്ടോ. ബിയും സിയും ഓപ്ഷൻസ് നമുക്ക് ഒരേപോലെ കിട്ടി. ഇനി അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ നോക്കിയാലേ നമുക്ക് ആൻസറിലോട്ട് പോകാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വെൻ ഫിനോൾഫ്തലിൻ വാസ് ആഡഡ് ദ കളർ ഓഫ് സൊല്യൂഷൻ 3 ടേൺഡ് പിങ്ക്. നമ്മുടെ ഫിനോൾഫ്തലിൻ ഉണ്ടല്ലോ, ഫിനോൾഫ്തലിൻ ആഡ് ചെയ്തപ്പോൾ മൂന്നാമത്തെ സൊല്യൂഷൻ എന്ത് കളറായി മാറി? പിങ്ക് കളറായി മാറി. അപ്പം നമ്മൾ ആലോചിക്കാനുള്ളത്, ഏതൊരു സൊല്യൂഷനിലാണ് നമ്മൾ ഫിനോൾഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ അത് പിങ്ക് കളറാവുന്നത്? ആസിഡ് ആണോ ബേസ് ആണോ? ഇവിടെ ബേസ് സൊല്യൂഷനിൽ ഫിനോൾഫ്തലിൻ ആഡ് ചെയ്യുമ്പോഴാണ് അത് പിങ്ക് കളറായി മാറുന്നത്. അപ്പോൾ എന്താണ് മൂന്നാമത്തെ സൊല്യൂഷൻ? അത് ബേസ് ആണ്. അപ്പം നമുക്കിവിടെ ഓപ്ഷൻ നോക്കൂ. 1 ആസിഡ്, 2 ആസിഡ്, 3 ബേസ് ആണോ? അല്ല. 1 ബേസ്, 2 ബേസ്, 3 ആസിഡ് ആണോ? അല്ല. 1 ബേസ്, 2 ബേസ്, 3 ബേസ് ആണോ? ആണ്. ഇവിടെ നമുക്ക് സൊല്യൂഷൻ 1, സൊല്യൂഷൻ 2, സൊല്യൂഷൻ 3 ഇത് 3 എന്താ കിട്ടിയത്? ബേസ് എന്നാണ് കിട്ടിയത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ ആണല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ, വിനെഗർ ആൻഡ് ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ആർ കെപ്റ്റ് ഇൻ സെപ്പറേറ്റ് ബീക്കേഴ്സ്. വിനാഗിരിയും ഒരു ക്ലിയർ ആയിട്ടുള്ള ബേക്കിംഗ് സോഡ സൊല്യൂഷനും 2 സെപ്പറേറ്റ് ബീക്കേഴ്സിൽ നമ്മൾ എടുത്തു. റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു ഐഡൻറ്റിഫൈ ദ സൊല്യൂഷൻ യൂസിങ് ഫിനോൾഫ്തലിൻ. ഫിനോൾഫ്തലിൻ ഉപയോഗിച്ച് നമ്മൾ ഈ സൊല്യൂഷന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് 2 ബീക്കർ എടുത്തു.
രണ്ട് സെപ്പറേറ്റ് ബീക്കർ എടുത്തു, വിനെഗറും ക്ലിയർ ബേക്കിംഗ് സോഡയും ഒഴിച്ചേക്കണം. അപ്പോൾ ഇത് രണ്ടും കണ്ടാൽ ഇത് ഏതാണ് വിനെഗർ ഏതാണ് ബേക്കിംഗ് സോഡ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഫിനോൾഫ്തലിൻ കൊണ്ടു തന്നു, ഇതൊഴിച്ച് വേണം നമ്മൾ ഇതിൽ ഏതാണ് വിനെഗർ ഏതാണ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ എന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കറിയാം വിനെഗർ എന്ന് പറയുന്നത് ഒരു അസിഡിക് സൊല്യൂഷനാണ്, അതുപോലെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു ബേസ് സൊല്യൂഷനാണ്. ഫിനോൾഫ്തലിൽ ബേസിലും ആസിഡിലുള്ള കളർ ചേഞ്ച് നിങ്ങൾക്കറിയാമോ? ഫിനോൾഫ്തലിൻ ആസിഡിൽ കളർ ചേഞ്ചേ ഉണ്ടാകുന്നില്ല, നോ കളർ ചേഞ്ച്. എന്നാൽ ബേസിൽ ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ പിങ്ക് കളർ കിട്ടും ആണല്ലോ. അപ്പം നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റായിട്ട് എഴുതണം, ഒരു എക്സ്പെരിമെൻ്റായിട്ട് കറക്റ്റ് ആ ഒരു ഫോർമാറ്റിൽ നമ്മളിവിടെ എഴുതണം. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. നോക്കിയോളൂ, ഒരു എക്സ്പെരിമെൻ്റ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? എയിം, മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രൊസീജിയർ എല്ലാം വേണം. അപ്പോൾ എയിം എന്താണ്? ടു ഐഡൻറ്റിഫൈ ആസിഡ് ആൻഡ് ബേസ് യൂസിങ് ഫിനോൾഫ്തലിൻ. പിന്നെ ഫിനോൾഫ്തലിൻ ഉപയോഗിച്ച് നമ്മൾ ആസിഡും ബേസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നു. മെറ്റീരിയൽസ് റിക്വയർഡ് ഏതൊക്കെയാണ്? വിനെഗർ, ബേക്കിംഗ് സോഡ, ഫിനോൾഫ്തലിൻ, പിന്നെ ആൻഡ് 2 ബീക്കേഴ്സ്, 2 ബീക്കേഴ്സും വേണം. പ്രൊസീജിയർ എന്താണ്? ടേക്ക് എ ലിറ്റിൽ വിനെഗർ ഇൻ 1 ബീക്കർ, ഒരു ബീക്കറിൽ കുറച്ച് വിനെഗർ എടുക്കുക. ആൻഡ് എ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഇൻ അനദർ ബീക്കർ, മറ്റൊരു ബീക്കറിൽ കുറച്ച് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ എടുക്കുക. ആഡ് 1 or 2 drops ഓഫ് ഫിനോൾഫ്തലിൻ ഇൻഡിക്കേറ്റഡ് ടു ഈച്ച് സൊല്യൂഷൻ, ആ ഓരോ സൊല്യൂഷനിൽ 1 or 2 തുള്ളി ഫിനോൾഫ്തലിൻ ഒഴിക്കുക. ഒബ്സർവേഷൻ എന്താണ്? ഇൻ വിനെഗർ നോ കളർ ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ്, വിനെഗറിൽ ഒരു കളർ ചേഞ്ചും ഒബ്സർവ് ചെയ്യുന്നില്ല. ഇൻ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ദ സൊല്യൂഷൻ ടേൺസ് പിങ്ക്, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ആണെങ്കിൽ അതെന്തായി മാറി? പിങ്ക് കളറായി മാറി. ഏത്? ഫിനോൾഫ്തലിൻ ഒഴിച്ചപ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഫിനോൾഫ്തലിൻ റിമൈൻസ് കളർലെസ് ഇൻ ആസിഡ്സ്, ആസിഡിൽ ഫിനോൾഫ്തലിൻ കളർലെസ്സും ആൻഡ് ടേൺസ് പിങ്ക് ഇൻ ബേസ്, ബേസിൽ ഈ ഫിനോൾഫ്തലിൻ പിങ്ക് കളറുമാണ്. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻ്റ് ആയിട്ട് അവിടെ എഴുതേണ്ടത്. C question, design an experiment to determine whether the given part of a plant can be used as a natural indicator. നമ്മൾ ഒരു സസ്യഭാഗം നമുക്ക് നൽകിയ ഒരു സസ്യത്തിൻ്റെ ഭാഗം പ്ലാന്റ് പാർട്ടിനെ നമുക്ക് നാച്ചുറൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ പ്രകൃതിദത്ത സൂചകമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്താനുള്ള ഒരു പരീക്ഷണം എഴുതാനാണ്. അതിൻ്റെ ആൻസറാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ എഴുതിയില്ലേ, അത് അതേപോലെ തന്നെയാണ്. എയിം എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമിൻ വെദർ ദ ഗിവൺ പാർട്ട് ഓഫ് എ പ്ലാന്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. നമ്മളിവിടെ എടുത്തത് ഹിബിസ്കസ് ഫ്ലവർ ആണ്. ഈ പ്ലാന്റ് പാർട്ട് നമുക്കൊരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അതാണ് എയിം എന്ന് പറയുന്നത്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്? ഹിബിസ്കസ് ഫ്ലവർ വേണം. എന്തിനാണ്? ഹിബിസ്കസ് പേപ്പർ ഉണ്ടാക്കാൻ. പിന്നെ എന്താണ്? വിനെഗർ വേണം, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ വേണം, 2 ബീക്കേഴ്സ് വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹിബിസ്കസ് ഫ്ലവർ, വിനെഗർ, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, 2 ബീക്കേഴ്സ് ഇത്രയും എഴുതിയാൽ മതി. പ്രൊസീജിയർ എന്താണ്? ടേക്ക് എ ലിറ്റിൽ വിനെഗർ ഇൻ 1 ബീക്കർ ആൻഡ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഇൻ അനദർ ബീക്കർ, കുറച്ച് വിനെഗർ ഒരു ബീക്കറിൽ എടുക്കാം, ഒരു ബേക്കിംഗ് സോഡ സൊല്യൂഷൻ മറ്റൊരു ബീക്കറിൽ എടുക്കാം. എന്നിട്ട് പ്രിപ്പയർ ഹിബിസ്കസ് പേപ്പർ ഫ്രം ദ ഹിബിസ്കസ് ഫ്ലവർ, ഹിബിസ്കസ് ഫ്ലവറിൽ നിന്നും ഒരു ഹിബിസ്കസ് പേപ്പർ പ്രിപ്പയർ ചെയ്യുക. കട്ട് ഇൻടു സ്മാൾ പീസസ്, ഇതിനെന്ത് ചെയ്യണം? ചെറിയ പീസസ് ആയിട്ട് മുറിക്കുക. ആഡ് 1 or 2 pieces of hibiscus paper into each solution. എന്നിട്ട് 1 or 2 പീസ് ഹിബിസ്കസ് പേപ്പർ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഓരോ സൊല്യൂഷനിൽ ഇടുക. അതിൻ്റെ ഒബ്സർവേഷൻ നോക്കാം. വിനെഗർ, ഇൻ വിനെഗർ ദ ഹിബിസ്കസ് പേപ്പർ ടേൺസ് റെഡ്, വിനെഗറിൽ ഹിബിസ്കസ് പേപ്പർ ഏത് കളർ ആവുന്നു? റെഡ് കളർ ആവുന്നു. ഇൻ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ദ ഹിബിസ്കസ് പേപ്പർ ടേൺസ് ഗ്രീൻ, ഈ ബേക്കിംഗ് സോഡ സൊല്യൂഷനിൽ ഹിബിസ്കസ് പേപ്പർ ഏത് കളറായി? ഗ്രീൻ കളറായി. കൺക്ലൂഷൻ എന്താണ്? ഹിബിസ്കസ് പേപ്പർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ, ഹിബിസ്കസ് പേപ്പർ നമുക്ക് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. The observations of an experiment conducted using blue litmus paper and red litmus paper is given below. ഇവിടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും വെച്ചിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ് നടത്തിയതാണ് കൊടുത്തിട്ടുള്ളത്. നെയിം ഓഫ് ദി സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ്? കുക്കുംബറും ഗ്രേപ്സും ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കളർ ചേഞ്ച് ബ്ലൂ ലിറ്റ്മസ് റെഡാണ്, ഗ്രേപ്സ് യൂസ് ചെയ്തപ്പോഴും ബ്ലൂ ലിറ്റ്മസ് റെഡായി. അടുത്ത റെഡ് ലിറ്റ്മസ് നോ കളർ ചേഞ്ച്. ഇനി താഴെ കുറച്ചുകൂടെ ഉണ്ട്. ലെമൺ യൂസ് ചെയ്തപ്പോഴും ബ്ലൂ ലിറ്റ്മസ് റെഡായി, റെഡ് ലിറ്റ്മസ് പേപ്പർ നോ കളർ ചേഞ്ച്. അങ്ങനെ ടൊമാറ്റോ, ആപ്പിൾ, ബേക്കിംഗ് സോഡ ചെയ്തപ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഒരു കളർ ചേഞ്ചും ഉണ്ടായിരുന്നില്ല, എന്നാൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയി മാറി. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് 2 കൺക്ലൂഷൻസ്. ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് 2 കൺക്ലൂഷൻസ് നമുക്കിവിടെ എഴുതണം. എന്തൊക്കെ എഴുതാം നമുക്കിവിടെ? ആസിഡ് സ്റ്റേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ്, ആസിഡ് നീല ലിറ്റ്മസിനെ ചുമപ്പാക്കുന്നു. ബേസസ് ടേൺസ് റെഡ് ലിറ്റ്മസ് ഇൻറ്റു ബ്ലൂ, ബേസുകൾ ചുമന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. അടുത്ത ബി ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ കോമൺ നെയിം ഓഫ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ്. റൈറ്റ് 1 കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സച്ച് സബ്സ്റ്റൻസ്. അതായത് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്ന ആ സബ്സ്റ്റൻസിൻ്റെ കോമൺ നെയിം എന്താണ്? റൈറ്റ് 1 കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സച്ച് സബ്സ്റ്റൻസസ്. അങ്ങനെയുള്ള സബ്സ്റ്റൻസിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു കോമൺ ആയിട്ടുള്ള സവിശേഷത എഴുതുക. എന്താണ് ഇവിടെ? ആസിഡ്സ് അല്ലേ, ആസിഡ്സ് അല്ലെങ്കിൽ ആസിഡുകൾ. അവയുടെ 2 പ്രത്യേകതകൾ എന്താണ്? ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്, ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ് അല്ലേ, പുളിരുചിയുണ്ട്, നീല ലിറ്റ്മസിനെ ചുമപ്പാക്കുന്നു. അടുത്ത
സി ക്വസ്റ്റ്യൻ എന്താണ്? എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് വൺസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക, അതിൻ്റെ അകത്ത് കറക്റ്റ് വൺ ഏതെന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തത്, കേർഡ് കണ്ടെയ്ൻസ് എ ബാക്ടീരിയ കാൾഡ് ലാക്ടോബാസിലസ്. കേർഡ് ഉണ്ടല്ലോ, നമ്മുടെ തൈരിലൊരു ബാക്ടീരിയ ഉണ്ട്, അതിൻ്റെ പേരാണ് ലാക്ടോബാസിലസ് എന്ന്. രണ്ടാമത്തത്, ദ ആസിഡ് ഫൗണ്ട് ഇൻ ലെമൺ ഈസ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? കേർഡിലുള്ള ആസിഡിൻ്റെ പേരാണോ ലാക്ടോബാസിലസ്? ആണ് അല്ലേ? കേർഡിലുള്ള ആസിഡിൻ്റെ പേര് ലാക്ടോബാസിലസ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ നോക്കിയുള്ളൂ, ദ ആസിഡ് ഫൗണ്ട് ഇൻ ലെമൺ ഈസ് ലാക്റ്റിക് ആസിഡ്. അതായത് ലെമണിൽ അടങ്ങിയിട്ടുള്ള ആസിഡിൻ്റെ പേര് ലാക്റ്റിക് ആസിഡ് ആണെന്ന്. ആണോ? അല്ല, ലെമണിൽ അടങ്ങിയിട്ടുള്ള ആസിഡിൻ്റെ പേരെന്താണ്? സിട്രിക് ആസിഡ് ആണ്. അപ്പോൾ ഇത് തെറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരി. അടുത്തത് 3, ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്. ആസിഡ്സിന് സോർ ടേസ്റ്റ് ഉണ്ടെന്ന്, ആസിഡിന് പുളിരുചി ഉണ്ടെന്ന്. അതെന്താണ്? ശരിയാണല്ലേ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരി. അപ്പോൾ 1 ശരി, 3 ശരി, 2 തെറ്റ്. ദ ആസിഡ് ഫൗണ്ട് ഇൻ ആപ്പിൾ ഈസ് സിട്രിക് ആസിഡ്. അടുത്ത 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ആസിഡ് ഫൗണ്ട് ഇൻ ആപ്പിൾ ഈസ് സിട്രിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് സിട്രിക് ആസിഡ് ആണെന്ന്. ആണോ? അല്ല, ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? മാലിക് ആസിഡ് ആണ്. അപ്പം 4 തെറ്റ്. അപ്പോൾ ഇവിടെ 1ഉം 3ഉം ശരി, 2ഉം 4ഉം തെറ്റ്. ഓപ്ഷൻസ് നോക്കാം. 1 and 2 ആർ കറക്റ്റ്. ആണോ? അല്ല, 2 തെറ്റാണ്. അടുത്ത 2 and 4 ആർ കറക്റ്റ്. ആണോ? അല്ല. 3 and 4 ആർ കറക്റ്റ്. ആണോ? അല്ല. 1 and 3 ആർ കറക്റ്റ്. ആണോ? ആണ്. 1ഉം 3ഉം ആണ് കറക്റ്റ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കിയോളൂ, ദ ഫോളോയിങ് മെറ്റീരിയൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സയൻസ് കിറ്റ് ഫോർ എ ക്ലാസ് 7 സ്റ്റുഡൻറ്റ്. ഒരു 7ാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലുള്ള ഒരു സയൻസ് കിറ്റാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? LED സ്ട്രിപ്പ് ഉണ്ട്, പിന്നെ ഒരു 9 വോൾട്ട് ബാറ്ററി ഉണ്ട്, കണ്ടക്റ്റിംഗ് വയർ ഉണ്ട്, സേഫ്റ്റി പിൻ ഉണ്ട്, വുഡൻ ബ്ലോക്ക് ഉണ്ട്, പെൻസിൽ, ഗ്രാഫൈറ്റ്, പിന്നെ പ്ലാസ്റ്റിക് ഉണ്ട്, പ്ലാസ്റ്റിക് ബാങ്കിളുണ്ട്, മെറ്റൽ ബാങ്കിളുണ്ട്, പ്ലാസ്റ്റിക് സ്ട്രിങ് ഉണ്ട്, പേപ്പർ ഉണ്ട്, വെറ്റ് പേപ്പർ ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഡിസൈൻ എ സൂറ്റബിൾ എക്സ്പെരിമെൻറ്റ് യൂസിങ് മെറ്റീരിയൽസ് ഫ്രം ദ സയൻസ് കിറ്റ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെറ്റീരിയൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. നിങ്ങളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഏതൊക്കെ സബ്സ്റ്റൻസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സബ്സ്റ്റൻസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം നമുക്കിവിടെ ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്, ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ സേഫ്റ്റി പിൻ, പെൻസിൽ, ഗ്രാഫൈറ്റ്, മെറ്റൽ ബാങ്കിൾ, വെറ്റ് പേപ്പർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ലേ? അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടുന്നത്. ഏതൊക്കെയാണ്? സേഫ്റ്റി പിന്നും, പെൻസിൽ, ഗ്രാഫൈറ്റും, മെറ്റൽ ബാങ്കിളും, വെറ്റ് പേപ്പറും. ഇനി ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് ബാങ്കിൾ, പേപ്പർ, പ്ലാസ്റ്റിക് സ്ട്രിങ്, വുഡൻ ബ്ലോക്ക്. ഇതെല്ലാം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത്. അപ്പോൾ രണ്ടാമത് എഴുതിയേക്കുന്നത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തതും, ആദ്യം എഴുതിയേക്കുന്നത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന വസ്തുക്കളും. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു 3-4 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് കൊടുക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും.